കോഴിക്കോട് ഏലത്തൂരിലെ ഇന്ധന ചോർച്ചയിൽ HPC കാരണം കാണിക്കൽ നോട്ടീസ്. മലിനീകരണ നിയന്ത്രണ ബോർഡാണ് നോട്ടീസ് നൽകിയത്. മലിനീകരണത്തിന് തോതനുസരിച്ച് കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കാൻ സാധ്യത. രാഹുൽ സുരേഷ് വിവരങ്ങൾ വച്ചിരുന്നു. രാഹുൽ, അത് ശരിയാവണ്ണം ഇടപെടുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് ആ വിഷയത്തിൽ എന്ന് കരുതാമല്ലേ രാഹുൽ? തീർച്ചയായിട്ടും ഹാഷ്മി, ജനവാസ മേഖലയിലേക്ക് 1500 ലിറ്ററോളം ഡീസൽ ഒഴുകിയ സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുകയാണ്. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എലത്തൂർ പോലീസ് കേസെടുത്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാവുകയാണ്. HPCLന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. 15 ദിവസത്തിനകം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കമ്പനി വിശദീകരണം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും HPCLനെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവുക. നിലവിൽ ജനവാസ മേഖലയിൽ നിന്നും ശേഖരിച്ച ഈ ഡീസലും വെള്ളവും ചേർന്ന മിശ്രിതം പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം മലിനീകരണം ഉണ്ടായി എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകണം. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പിഴ ഈടാക്കാനാണ് നിലവിലെ തീരുമാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഒപ്പം തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും അന്വേഷണവും നടപടികളും ഉണ്ടാവുന്നത്. ഹാഷ്മി, രാഹുൽ, ഉണ്ടായത് 1500 ലിറ്റർ എന്നൊക്കെ പറഞ്ഞ ചെറിയ അളവല്ല. മാത്രമല്ല അവിടുത്തെ സമീപത്തെ ജലസ്രോതസ്സുകൾ മലിനമാവുന്ന സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ അത് ശുദ്ധീകരിക്കപ്പെട്ടോ എന്നുപോലും നമുക്കറിയില്ല. ഏതോ കെമിക്കൽ കൊണ്ട് അത് ഡീആക്ടിവേറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ പോലും പോലീസ് അന്വേഷണം നടക്കണം. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കടുത്ത നടപടി ഉണ്ടാവണം. ഇനി ഈ ഒരു സംഭവം ആവർത്തിക്കില്ല എന്നുറപ്പാക്കുന്ന നടപടികളാകുമോ ഇത് എന്ന് പ്രതീക്ഷിക്കാമോ രാഹുൽ? അങ്ങനെ തന്നെ വിചാരിക്കണം ഹാഷ്മി. കാരണം ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതമാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്. ഇന്നലെയും അവിടെയുള്ള പ്രദേശവാസികൾ നമ്മളെ വിളിച്ചിരുന്നു. ഈ സംഭവം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴും ജലസ്രോതസ്സുകൾ പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം കിണറുകളിൽ ഉൾപ്പെടെ ഈ ഡീസലിന്റെ അംശം ഇപ്പോഴും ഉണ്ട്. അവർക്ക് കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. വിവിധയിടങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച ശേഷമാണ് അവർ ഇപ്പോഴും കുടിവെള്ളം ആയി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് കെമിക്കൽ ഉപയോഗിച്ചാണ് ജലസ്രോതസ്സുകളും ഈ ഇടങ്ങളെല്ലാം ക്ലീൻ ചെയ്തത്. പക്ഷേ ഈ കിണറുകളിൽ ഉൾപ്പെടെ ഈ കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ഇന്നലെ എലത്തൂർ കൗൺസിലർ നൽകിയ പരാതിയിലാണ് പോലീസും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ എന്താണെങ്കിലും മന്ത്രി ആയിട്ടുള്ള AK ശശീന്ദ്രൻ, അതോടൊപ്പം തന്നെ കോഴിക്കോട് നഗരസഭ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഹാഷ്മി, ഓക്കെ. രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.